ഒരു മുത്തശ്ശിയുടെ വാത്സല്യം, ഭഗവാന് ആഹാരമായി ലഭിച്ച പുണ്യസ്ഥലം, പഴമയുടെ ആ ഗാംഭീര്യവും പ്രൗഢിയും അതോടൊപ്പം പുതുമയുടെ കുളിർമയും പകരുന്ന മനോഹരമായ പഴമയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ പുത്തൻ വീട്. എരുമേലിയിലെ പുത്തൻ വീടിന് പറയാൻ ഏകദേശം 1000 വർഷത്തെ ചരിത്രമാണുള്ളത്. എരുമകൊല്ലിയിൽ നിന്നും എരുമേലിയോളം എത്തിയ ദേശത്തിന്റെ പഴക്കമുണ്ട് ഈ പുത്തൻ വീടിന്. എരുമേലിയിൽ മഹിഷീന്റെ ഗൃഹത്തിനായി എത്തിയ അയ്യപ്പൻ വിശന്നു വലഞ്ഞ് സമീപത്ത് കണ്ട ഗൃഹത്തിലേക്ക് കയറി ചെന്നു. ഒരു മുത്തശ്ശി മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഏറെ ക്ഷീണിതനായ അയ്യപ്പൻ കഴിക്കാൻ എന്തെങ്കിലും തരണമെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. തന്റെ കൊച്ചുമകനോടുള്ള വാത്സല്യം മനസ്സിൽ നിറഞ്ഞ് മുത്തശ്ശി ഒന്ന് പുഞ്ചിരിച്ചു. ആ വീട്ടിൽ പൂജയ്ക്ക് വെച്ചിരുന്ന കുറച്ച് അവൽ മാത്രമാണ് അപ്പോഴവിടെ ഉണ്ടായിരുന്നത്. മുത്തശ്ശി അയ്യപ്പന് ആ അവൽ നൽകി. മഹിഷിയുടെ ആക്രമണത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും മുത്തശ്ശി യുവകോമളനായ ആ യോദ്ധാവിനോട് വിശദീകരിച്ചു. എന്നാൽ താൻ ഈ വീടിന്റെ തിണ്ണയിൽ കിടന്നോളാമെന്നും ഭയപ്പെടാനില്ലെന്നും അയ്യപ്പൻ ബോധ്യപ്പെടുത്തി. രാത്രിയിൽ മഹിഷി എത്തിയപ്പോൾ ഉടവാളുമായി എത്തിയ സ്വാമി അയ്യപ്പൻ ഇപ്പോഴത്തെ എരുമേലി ശാസ്താ ക്ഷേത്രത്തിന് മുമ്പിലുള്ള രുദ്രകുളത്തിന്റെ കരയിൽ വെച്ച് മഹിഷിയുമായി ഏറ്റുമുട്ടി അവളെ നിഗ്രഹിച്ചു. തിരികെ പുത്തൻ വീട്ടിലെത്തിയ അയ്യപ്പൻ മഹിഷിയെ കൊല്ലാൻ ഉപയോഗിച്ച ഉടവാൾ മുത്തശ്ശിക്ക് സമ്മാനമായി നൽകി. മുത്തശ്ശി അത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചു. മഹിഷിയെ കൊല്ലാൻ ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആ വാൾ കെടാവിളക്കിനോടൊപ്പം പുത്തൻ വീട്ടിലെ മുറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ചുകാലം മുമ്പ് പുത്തൻ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ വാൾ സൂക്ഷിച്ച മുറി മാത്രം കത്തി നശിച്ചില്ല. അഗ്നിബാധയിൽ തടിയിൽ തീർത്ത ആരൂഢവും ഭിത്തിയുടെ ഭാഗങ്ങളും നശിച്ചുപോയിരുന്നു. കാടായിരുന്നിടത്ത് വാസമുറപ്പിക്കാനും മൃഗങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടാനും പണ്ടുകാലത്ത് വളരെ ഉയരത്തിലാണ് വീടുകളിലെ തറ നിർമ്മിച്ചിരുന്നതെന്ന് പഴമക്കാരുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. 6 അടിയിലേറെ ഉയരത്തിലുള്ള തറ നിർമ്മിച്ച് അതിനു മുകളിലാണ് പുത്തൻ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ തറ ഇപ്പോഴും ചാണകം മെഴുകിയാണ് സംരക്ഷിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പുല്ലുകൊണ്ട് ആണ് ഇവിടെ മേഞ്ഞിരുന്നത്. പിന്നീടത് ഓലയായി. എന്നാൽ സമീപകാലത്ത് ഇത് മാറ്റി ഷീറ്റ് മേൽക്കൂരയാണ് വിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. എരുമേലി വലിയമ്പലത്തിൽ നിന്ന് 200 മീറ്റർ വടക്കിഴക്കായിട്ടാണ് പുത്തൻ വീടുള്ളത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തി അയ്യപ്പന്റെ ഉടവാൾ കണ്ടു വണങ്ങി പുത്തൻ വീട്ടിലെ തറയിലിരുന്ന് ആശ്വസിച്ചു പോരുന്നത്. ഐതിഹ്യവും ചരിത്രവും ഒക്കെ സമന്വയിക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ മേലെയാണ് നേർക്കാഴ്ചകളായി നിലനിൽക്കുന്ന ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ശേഷിപ്പുകൾ. കാലം മാറ്റം വരുത്തിയേക്കാം, പക്ഷെ ഒരിക്കലും അവ നശിക്കില്ല. വരും തലമുറയ്ക്കേകുന്ന അറിവുകളായി മാറിയാൽ അതിൽ നാം അത്ഭുതപ്പെടേണ്ടതുമില്ല. സ്വാമിയെ ശരണമയ്യപ്പ.